അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ചിമ്മിനി ഡാമിലേക്ക് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിരുന്ന ഈ റൂട്ടിൽ അന്ന് നമ്മൾ ഡാമിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഈ ഡാമിനകത്ത് കുട്ടവഞ്ചി സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നൊരു പ്ലാനിലാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നിരിക്കുന്നത്. അപ്പോൾ ഡാമിലേക്ക് നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ 10 മണി തുടങ്ങി 4:30 വരെയാണ് എൻട്രി ഉള്ളത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ എത്തണം. ഇവർക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് പെർ പേഴ്സൺ 20 റുപ്പീസും ബൈക്കിന് 50, കാറിനാണെങ്കിൽ 100 റുപ്പീസ്. അതാണ് ഇവിടെ വാങ്ങുന്നത്. ഇത്രയും വലിയ എൻട്രി ഫീ വാങ്ങണ വേറൊരു സ്ഥലം കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിമ്മിനി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഈ ടർട്ടിൽ റൈഡ് എന്ന് പറയുന്ന ഈ കുട്ടവഞ്ചി സർവീസ്. ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ റൈഡ്. ₹400 ഇവർ ഈ റൈഡിന് വേണ്ടി ചാർജ് ചെയ്യുന്നത്. ഏകദേശം 20 മിനിറ്റാണ് ഇതിൻ്റെ ദൈർഘ്യം. നമുക്ക് 4 ആൾക്ക് ഇതിൽ സഞ്ചരിക്കാം. ഏകദേശം ഡാമിൻ്റെ 3/4 ഭാഗത്തോളം അവർ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ഈ 400 രൂപയ്ക്ക് ഇത് വർത്താണ്. എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ടർട്ടിൽ റൈഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡാമിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ മഴ കുറവായ കാരണം ഡാമിൽ ഇപ്പോൾ വെള്ളം കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ കാട് പിടിച്ച് കിടക്കുന്നിടത്തോളമൊക്കെ വരെ വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റുന്നതാണ് ഇവിടെ. ഡാമിൻ്റെ അകത്ത് തന്നെയായിട്ട് ചെറിയൊരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്. നമുക്ക് ചായ, ചെറിയ ബിസ്ക്കറ്റ്, അതുപോലെ ഐസ്ക്രീം, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ഡാമിൻ്റെ അടിയിലേക്കാണ് പോയത്. അവിടെ ചെറിയൊരു വെള്ളമൊക്കെ ചാടുന്നത് കാണാം. അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്.
ഈ ഡാമിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഹൈഡൽ പ്രോജക്റ്റ് കൂടിയുണ്ട്. അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിച്ചതിന് ശേഷം വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി തുറന്നു വിട്ടിരിക്കുന്നതാണിത്. സംഭവം ഇതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ വളരെ രസമാണ്. നമ്മുടെ അതിരപ്പള്ളിയിലൊക്കെ പോണ പോലെ ഇങ്ങനെ ചെറിയൊരു വെള്ളം നമ്മുടെ മേത്ത് എപ്പോഴും ചാറിക്കൊണ്ടിരിക്കും. കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഈ ഭാഗം. കുറച്ചുകൂടി ഒരു സൗന്ദര്യവൽക്കരണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈവനിങ് ഒക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആയിരിക്കും നമ്മുടെ ചിമ്മിണി ഡാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് വീണ്ടും കാണാം.